ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. അപ്പോൾ IPL 2025 മെഗാ ഓപ്ഷനിൽ ടീമുകൾ നിലനിർത്താൻ സാധ്യതയുള്ള താരങ്ങളുടെ വീഡിയോ സീരീസാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. IPL ഓപ്ഷനിൽ ടീമുകളുടെ പോസിബിൾ റിട്ടൻഷൻ ആരൊക്കെയായിരിക്കും? സോ അതിൽ ആദ്യ 4 എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. CSKയുടെയും RRൻ്റെയും RCBയുടെയും ഏറ്റവും ലേറ്റസ്റ്റ് മുംബൈ ഇന്ത്യൻസിൻ്റെയും വീഡിയോ വന്നു കഴിഞ്ഞിട്ടുണ്ട്. സോ അതിൽ അഞ്ചാമത്തെ വീഡിയോയുമായിട്ടാണ് അല്ലെങ്കിൽ അഞ്ചാമത്തെ എപ്പിസോഡുമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. സോ IPL ഓപ്ഷൻ പോസിബിൾ റിട്ടൻഷൻസിൻ്റെ 5ാം എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് IPL ചാമ്പ്യന്മാരായിട്ടുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കുറിച്ചാണ്. കഴിഞ്ഞ സീസണിലായിരുന്നു നമുക്കറിയാം ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിൽ KKR തങ്ങളുടെ ഹാട്രിക് IPL കിരീടം കുറിച്ചത്. സോ CSKയ്ക്കും MIക്കും ശേഷം ഏറ്റവും കൂടുതൽ IPL കിരീടങ്ങൾ നേടിയ ടീമാണ് KKR. സോ KKR ഇത്തവണ ആരൊക്കെയായിരിക്കും കൂടാരത്തിൽ നിലനിർത്താൻ പോകുന്നത്? നമുക്കറിയാം നേരത്തെ മെഗാ ഓപ്ഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നപ്പോൾ SRHനൊപ്പം ഒരു മിനി ഓപ്ഷൻ സജസ്റ്റ് ചെയ്ത ഒരു ഫ്രാഞ്ചൈസി ആയിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. നമുക്കറിയാം കാരണം വളരെ മികച്ച ഒരു ടീം തന്നെയായിരുന്നു കഴിഞ്ഞ സീസണിൽ KKRന് കൂടാരത്തിലുണ്ടായിരുന്നു. സോ അപ്പോൾ പെട്ടെന്നൊരു മെഗാ ഓപ്ഷനിൽ ആ ഒരു ടീമിൻ്റെ കോർ നഷ്ടപ്പെട്ടാൽ അവരെ സംബന്ധിച്ച് അത് ഒരുപക്ഷെ അടുത്ത സീസണിൽ പ്രതികൂലമായി തന്നെ ബാധിച്ചേക്കാം. അതിനാൽ തന്നെ ഒരു മിനി ഓപ്ഷൻ സജസ്റ്റ് ചെയ്ത ഫ്രാഞ്ചൈസി ആയിരുന്നു KKR. അപ്പോൾ മെഗാ ഓപ്ഷൻ ആയി വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏതൊക്കെ 6 താരങ്ങളായിരിക്കും തിരഞ്ഞെടുത്ത് KKR ഓപ്ഷനിലേക്ക് എത്താൻ പോകുന്നത്? സോ KKRൻ്റെ പോസിബിൾ റൊട്ടേഷൻസും RTയുമാണ് ഈ ഒരു വീഡിയോ സീരീസിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾ കൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഈ ഒരു പോസിബിൾ റിട്ടൻഷൻ പ്രകാരം 4 റിട്ടൻഷൻസും 2 RTയുമും KKR യൂസ് ചെയ്തേക്കാം. സോ അവരുടെ ഫസ്റ്റ് ചോയ്സ് റിട്ടൻഷനായിട്ട് വരാൻ പോകുന്നത് 18 കോടി രൂപ സാലറിയിൽ തങ്ങളുടെ ക്യാപ്റ്റനായിട്ടുള്ള ശ്രേയസ് അയ്യരെയായിരിക്കും KKR ആദ്യം നിലനിർത്താൻ പോകുന്നത്. അവരുടെ രണ്ടാമത്തെ റിട്ടൻഷനായിട്ട് 14 കോടി രൂപ മുടക്കി അവരുടെ കരീബിയൻ ഓൾറൗണ്ടറായിട്ടുള്ള സുനിൽ നരൈനെയായിരിക്കും അവർ നിലനിർത്താൻ പോകുന്നത്. ഒപ്പം അവരുടെ മൂന്നാമത്തെ റിട്ടൻഷനായിട്ട് 11 കോടി രൂപ മുടക്കി മറ്റൊരു കരീബിയൻ വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടറായിട്ടുള്ള ആന്ദ്രെ റസലിനെയും KKR നിലനിർത്തിയേക്കും. ഇനി അവരുടെ അൺക്യാപ്ഡ് റിട്ടൻഷനായിട്ട് വരാൻ പോകുന്നത് യുവതാരമായിട്ടുള്ള യുവ ഫാസ്റ്റ് ബൗളറായിട്ടുള്ള ഹർഷിത് റാണയായിരിക്കും. 4 കോടി രൂപയായിരിക്കും റാണയുടെ. നമുക്കറിയാം അൺക്യാപ്ഡ് പ്ലെയർക്ക് അലോട്ട് ചെയ്തിട്ടുള്ള മാക്സിമം സാലറി 4 കോടി രൂപയാണ്. കഴിഞ്ഞ സീസണിൽ KKRൻ്റെ പേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ മികച്ച പ്രകടനമായിരുന്നു ഹർഷിത് റാണ കാഴ്ചവെച്ചു. സോ ഇതായിരിക്കും KKRൻ്റെ ഡയറക്റ്റ് 4 റിട്ടൻഷൻസ്: ശ്രേയസ് അയ്യർ, സുനിൽ നരൈൻ, ആന്ദ്രെ റസൽ ആൻഡ് ഹർഷിത് റാണ. ഇനി 2 RTമുകൾ KKR യൂസ് ചെയ്തേക്കാം. സോ അങ്ങനെയാണെങ്കിൽ അവർ ആദ്യം RTM യൂസ് ചെയ്യാൻ പോകുന്നത് റിങ്കു സിംഗിന് വേണ്ടിയായിരിക്കും. അതോടൊപ്പം തന്നെ വരുൺ ചക്രവർത്തി ആയിരിക്കും അവരുടെ മറ്റൊരു RTമായിട്ട് വരാൻ പോകുന്നത്. ഇതാണ് KKRൻ്റെ പോസിബിൾ റിട്ടൻഷൻസും RTമും. സോ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്കറിയാം വമ്പൻ താരങ്ങൾ KKRൻ്റെ കൂടാരം വിട്ടേക്കാം. എസ്പെഷ്യലി കഴിഞ്ഞ IPL സീസണിൽ കഴിഞ്ഞ മിനി ഓപ്ഷനിൽ വമ്പൻ തുക IPL ചരിത്രത്തിലെ ഉയർന്ന റെക്കോർഡ് തുകയ്ക്ക് കൂടാരത്തിൽ എത്തിച്ച മിച്ചൽ സ്റ്റാർക്കിനെ KKR കൈവിട്ടേക്കും. ഒപ്പം KKRൻ്റെ ഓപ്പണിങ്ങിൽ കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം സുനിൽ നരൈനൊപ്പം വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെച്ച ഫിൽ സോൾട്ടും ഇംഗ്ലണ്ട് ബാറ്ററായിട്ടുള്ള ഫിൽ സോൾട്ടും അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ ബാറ്റർ റഹ്മാനുള്ള ഗുർബസ് അടക്കമുള്ള താരങ്ങൾ ഇത്തവണ KKR അന്നേരം നിലനിർത്തിയേക്കില്ല. സോ ഇതാണ് KKRൻ്റെ പോസിബിൾ റിട്ടൻഷൻസ്. ശ്രേയസ് അയ്യർ, സുനിൽ നരൈൻ, ആന്ദ്രെ റസൽ, ഹർഷിത് റാണ എന്നിവരെ ഡയറക്റ്റ് റീറ്റെയിൻ ചെയ്യുമ്പോൾ RTമായിട്ട് റിങ്കു സിംഗിനെയും വരുൺ ചക്രവർത്തിയെയും അവർ കൊണ്ടുവന്നേക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.